ട്രഡീഷണൽ രൂപഭംഗിയിൽ നിർമ്മിച്ച വീടുകളോട് മലയാളികൾക്ക് എന്നുമേറെ പ്രിയമാണ്. എന്നാൽ ഇത്തരത്തിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് ലാൻഡ്സ്കേപ്പ് ഒരുക്കുക എന്നുള്ളത് ചെറിയ സ്ഥലത്ത് നിർമ്മിക്കുന്ന വീടുകളെ സംബന്ധിച്ചിടത്തോളം കടുത്ത വെല്ലുവിളി നേരിടുന്ന ഒന്നാണ്. അല്ലെങ്കിൽ അത് നമ്മുടെ ബഡ്ജറ്റിനെ താളം തെറ്റിക്കുകയും ചെയ്യും. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത് ഏലംകുളത്ത് ബിൽഡിംഗ് ഡിസൈനേഴ്സ് നിർമ്മിച്ച ഈ ട്രഡീഷണൽ വീടിന് ലാൻഡ്സ്കേപ്പിംഗ് എന്റെ തൊട്ടടുത്ത് കാണുന്ന ഈ പാടശേഖരം തന്നെയാണ്, അതും ഫ്രീ ഓഫ് കോസ്റ്റിൽ. അപ്പൊ പാവഭാജി ഉണ്ടാക്കാൻ യൂട്യൂബ് നോക്കും, ചട്നി ഉണ്ടാക്കുന്ന യൂട്യൂബ് നോക്കും. എന്ന മാതിരി വീടിന്റെ പിന്നാലെ യൂട്യൂബിലായിരുന്നു 1.5-2 വർഷത്തോളം. ആളുകളെ പേടിപ്പിച്ചിരുന്നു. പക്ഷെ എനിക്ക് പണി കണ്ടപ്പോ ആരോ എന്തോ പറഞ്ഞിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ട പണി. എക്സ്ക്ലൂഡിങ് ഇന്റീരിയലാണ് സാറ് പറഞ്ഞ കണക്ക്. അതാ പറഞ്ഞ കണക്ക് പ്രകാരം ആ എമൗണ്ടേ വന്നിട്ടുണ്ട്. ശ്രീ ഹരിശങ്കർ ശ്രീമതി ബീന ദമ്പതികളുടെ നിർവാണ വീട് കാണാം ബഡ്ജറ്റ് ഹോംസിന്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ. ബഡ്ജറ്റ് ഹോംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചതുരശ്ര അടിയിൽ 2 കിടപ്പുമുറികളോട് കൂടി നിർമ്മിച്ച ഈ വീടിന് കോൺക്രീറ്റ് പാട് ഒഴിവാക്കി GI ഉപയോഗിച്ച് ഡ്രസ് നൽകിയാണ് ട്രഡീഷണൽ രൂപഭംഗി നൽകിയിരിക്കുന്നത്. ഈ വീടിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗത്താണ് ഞാനിപ്പോ ഇരിക്കുന്നത്. നമ്മൾ കയറി വരുന്ന ഈ സിറ്റൗട്ടില് നമ്മൾ നേരത്തെ കണ്ട പോലെ ഈ ഒരു പാടശേഖരം മുഴുവനായിട്ട് കാണാനും ഈ കാറ്റ് കൊള്ളാനും ഒക്കെ പാകത്തില് ചുറ്റും ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. അതിന് ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് കളർ ടൈൽസുമാണ്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ 2 പില്ലേഴ്സ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു ട്രഡീഷണൽ രൂപഭംഗി നൽകുന്നതിന്റെ ഭാഗമായിട്ട് നോർമൽ ആയിട്ടുള്ള ആ ഒരു ക്ലാഡിംഗ്, നാച്ചുറൽ സ്റ്റോൺ വരുന്ന രീതിയിലുള്ള ഡിസൈൻ വരുന്ന രീതിയിലുള്ള ഒരു ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഈ സ്റ്റെപ്പിന് മുകൾ ഭാഗത്തായിട്ട് ഒരു പർഗോള ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പില്ലറിന് നാച്ചുറൽ സ്റ്റോണിന്റെ ടെക്സ്ചർ കൊടുത്തപ്പോൾ നമ്മൾ ഈ പർഗോള പീസുകൾക്കായിട്ട് കൊടുത്തിരിക്കുന്നത് കരിങ്കല്ലിന്റെ ടെക്സ്ചർ ആണ്. അങ്ങനെ ഓരോ പീസിലും നമ്മൾ ലൈറ്റ് ഒക്കെ കൊടുത്ത് വളരെ അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂറ്റി എന്നോണം നമ്മൾ സിറ്റ് ഔട്ടിന്റെ റൂഫിലും ഇതേപോലെ ഒരു പർഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊരു നാച്ചുറൽ വുഡൻ പെയിന്റ് ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. അതിലും ഓരോ LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള കുറെ കണ്ടന്റ്സ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നതോട് കൂടിയിട്ട് നമ്മൾ ഈ വീടിന് മൊത്തത്തിൽ ഒരു ട്രഡീഷണൽ ലുക്ക് വന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഈ വീടിന്റെ പ്രധാന വാതിൽ 2 പാളിയിൽ തീർത്ത ഒന്നാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള 2 ഹാൻഡിൽസ് ആണ് ഈ വാതിലിന് നൽകിയിരിക്കുന്നത്. 2 വശങ്ങളിലുമായിട്ട് നൽകിയിരിക്കുന്ന ജനലുകൾക്കും മരം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രധാന വാതിലിന്റെ കട്ടിള സ്റ്റീലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി വീടിന്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. സിറ്റോട്ട് കടന്ന് നമ്മൾ എത്തുന്നത് ഗസ്റ്റ് ഏരിയയിലേക്കാണ്. 10-12 സൈസിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഗസ്റ്റ് ഏരിയയിൽ നമ്മൾ 5 പേർക്ക് ഇരിക്കാവുന്ന ഒരു ബെഞ്ചാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വുഡന്റെ ബെഞ്ച് തന്നെയാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള വാളിലായിട്ടാണ് നമ്മൾ TVക്കുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. നിലവിൽ ഗൃഹനാഥൻ വീട്ടിൽ സ്ഥിരമായിട്ട് ഇല്ലാത്തത് കൊണ്ടായിരുന്നു TV ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ വീടിന്റെ പ്ലാൻ അനുസരിച്ച് നമ്മളെ ഗസ്റ്റ് ഏരിയയും ഡൈനിങ് ഏരിയയും കിച്ചണും ഏകദേശം ഒരു സ്ട്രക്ചറിൽ വന്നിട്ട് ഏകദേശം ഒരു ഷേപ്പ് വരുന്ന രീതിയിലാണ് നമ്മളിവിടെ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ പുറമെ നമ്മൾ പറഞ്ഞു നമ്മുടെ ട്രഡീഷണൽ ലുക്ക് ഉണ്ട്. നമ്മുടെ വീടിന്റെ അകത്തും ഈ ഒരു ട്രഡീഷണൽ ലുക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ വുഡൻ കളേഴ്സ് കൂടുതലും ഇവിടെ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജിപ്സം ഫാൾ സീലിംഗ് കൊടുത്തതിലും നമ്മൾ ഇതേപോലെ ഒരു വുഡൻ ഡിസൈൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. LED ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നല്ല മനോഹരമായിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈൻ ആണ് നമ്മളിവിടെ ഗസ്റ്റ് റൂമിന് കൊടുത്തിരിക്കുന്നത്. ഗസ്റ്റ് ഏരിയയും ഡൈനിങ് ഏരിയയും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ആണ് നമ്മളിപ്പോ ഇവിടെ കാണുന്നത്. ഇത് പ്ലൈവുഡ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെങ്കിൽ താഴെയുള്ള ഭാഗം നമ്മൾ മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ പണ്ട് കാണുന്ന ആ ഷോക്കേസുകളൊക്കെ ഇപ്പോ നമ്മളെ വാളിൽ നിന്ന് മാറിയിട്ടുണ്ട്. അതിന് പകരം ഇത്തരത്തിലുള്ള ഡിസൈൻസ് നമുക്ക് കഴിഞ്ഞ വീഡിയോകളിൽ പലതിലും കാണാൻ കഴിയും. മൾട്ടിവുഡ് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ബോക്സുകളൊക്കെ കൊടുത്തപ്പോൾ ഇത് വുഡനും ഇത് വൈറ്റും കളർ കോമ്പിനേഷനിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് അത്യാവശ്യത്തിന് സാധനമൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്നാൽ സെപ്പറേഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ മെത്തേഡാണിത്.
നമ്മളിപ്പോ കണ്ട ഈ ഒരു പാർട്ടീഷൻ വാളിന്റെ ഈ ഒരു വശത്തായിട്ട് കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ പൂജാ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്രത്യേക ഒരു പൂജാമുറി അല്ല. ഇപ്പം മിക്ക വീടുകളിലും നമ്മളെ ഡിസൈൻസിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള പൂജാ ഏരിയാസ് ആണ്. ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? നിർത്താതെ വീശുന്ന കാറ്റാണ്. നമ്മൾ ആ മെയിൻ ഡോർ ഞാൻ അടയ്ക്കുമ്പോൾ കാറ്റ് ഇങ്ങോട്ട് വന്നിട്ട് തള്ളുമായിരുന്നു. അത്രയും ഫോഴ്സിലാണ് ഇവിടെ കാറ്റ് വരുന്നത്. അപ്പൊ നമ്മളിവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ വായുവും വെളിച്ചവും ഉള്ളിലേക്ക് കടക്കാനുള്ള രീതിയിലുള്ള ഒരു സംവിധാനം ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വലിയ ഹാളില് ഡൈനിങ് ഏരിയയിലായിട്ട് 3 പാളിയുടെ 3 ജനലുകളാണ് കൊടുത്തത്. അപ്പൊ അതിലൂടെ എല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടാവും മൈക്കിലൂടെ എങ്ങനെ കാറ്റ് വീശുന്നത്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് ഈ വീടിന്റെ ഉള്ളിലേക്കുള്ള ഈ കാറ്റിന്റെയും വെളിച്ചത്തിന്റെയും സാന്നിധ്യം എഞ്ചിനീയർ ഉറപ്പാക്കിയിട്ടുള്ളത്. 6 പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ലിവിംഗ് ഏരിയയിൽ കണ്ടിട്ടുള്ള അതിന്റെ അതേ കണ്ടിന്യൂഷൻ വരുന്ന രീതിയിലുള്ള ഫാസിലിംഗ് ഡിസൈൻ, അതേ വുഡൻ ഡിസൈൻ വരുന്ന രീതിയിലുള്ള ഒരു ഫാസിലിംഗ് ഡിസൈൻ ഈ ഒരു ഏരിയ മുഴുവനായിട്ട് കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഇത്തരത്തിലുള്ള ഫാസിലിംഗ് ഡിസൈൻ കൊടുക്കുന്നതിലൂടെ നമുക്ക് എല്ലാ ഭാഗത്തും ലൈറ്റ് എത്തുന്നതിന് അത് സഹായിക്കുന്നുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ വിൻഡോയോട് ചേർന്നിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മുടെ ഡിസൈനിലൊക്കെ കാണുന്നതിൽ നിന്നൊരു വ്യത്യസ്തത അവിടെ ഉണ്ട്. സാധാരണ നമ്മൾ വാഷ് ബേസിന്റെ താഴെ 1-2 സ്റ്റോറേജ് സ്പേസ് വരുന്ന രീതിയിലുള്ള ഡിസൈനാണ് നമ്മൾ ഇതിന് മുന്നുള്ള എല്ലാ വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഗ്രാനൈറ്റിന്റെ ടോപ്പ് കൊടുത്ത് 4 സ്റ്റോറേജ് യൂണിറ്റുകളാണ് ഇതിന്റെ താഴെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യത്തിന് 2 പേർക്ക് ഇരിക്കാവുന്ന തരത്തിലും അതുപോലെ നമുക്ക് ഡൈനിങ് ടേബിളിൽ ഫുഡ് സെർവ് ചെയ്യുന്ന സമയത്ത് വെക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൾട്ടിപർപ്പസ് ഏരിയ ആണ്. നമ്മളിനി കടക്കാൻ പോകുന്നത് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. 2 കിടപ്പുമുറികളുള്ള ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം ആണത്. 10-12 സൈസിലാണ് ഈ ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ബെഡ്റൂം ആണ്. കയറി വരുന്ന ഡോറ് തുറക്കുമ്പോൾ നമ്മൾ നേരെ കാണുന്നത് ഈ ഒരു ടെക്സ്റ്റർ ഡിസൈൻ ആണ്. കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 2 സൈഡിലായിട്ട് നമ്മൾ ജനൽ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാസിലിംഗ് ഡിസൈനും അതേ വുഡൻ പെയിന്റിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് ഈ റൂമിലും സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ കാണുന്ന ഒരു ഡിസൈനിൽ നിന്ന് ചെറിയ വ്യത്യാസമുള്ള രീതിയിൽ എല്ലാ വശത്തും LED ലൈറ്റ് വരുന്ന രീതിയിലാണ് ഈ ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീട്ടില് 2 ബെഡ്റൂംസ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ. ഈ 2 ബെഡ്റൂംസും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തോട് കൂടിയുള്ളത് തന്നെയാണ്. നമ്മുടെ ഈ ബെഡ്റൂമിന്റെ ബാത്റൂമാണിത്. ഈ വീടിന്റെ 2ാമത്തെ കിടപ്പുമുറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് 2 കിടപ്പുമുറികളിലേക്കും കടക്കുന്ന ഈ ഒരു വാളിന് ഒരു പ്രത്യേക ടെക്സ്ചർ ഡിസൈൻ ആണ് അവർ കൊടുത്തിട്ടുള്ളത്. ഒരു കോപ്പർ ടച്ച് വരുന്നത്. നമ്മുടെ 20 ലക്ഷത്തിന്റെ മാടമ്പ് പനയുടെ വീഡിയോ കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും. ഇതിന്റെ വേറൊരു ഷെയ്ഡാണ് ആ വീടിന്റെ എക്സ്റ്റീരിയറിൽ ഒരു വാളിന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കോപ്പർ ടെക്സ്ചർ ആണ് 2 ബെഡ്റൂമിലും കയറുന്ന വാളിന്റെ അവിടെയായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു വുഡൻ ഡിസൈനിന്റെ കണ്ടിന്യൂറ്റി നിലനിർത്തേണ്ട ഭാഗമായിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഡോസും അതുപോലെ നമ്മൾ മരത്തിന്റെ അല്ലാന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനലുകളും വാതിലുകളും എല്ലാം അകത്തുള്ളതെല്ലാം നമ്മൾ GI ഉപയോഗിച്ച് നിർമ്മിച്ചതൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനെല്ലാം തന്നെ വുഡൻ ഡിസൈൻ കൊണ്ടുവരാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ബെഡ്റൂമിലും 2 വശങ്ങളിലായിട്ട് ജനലുകൾ വരുന്നുണ്ട്. അതുപോലെ സെന്ററിലായിട്ടാണ് ഒരു കോട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാള് നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമില് ഒരു ബ്ലൂ ഷെയ്ഡ് ആയിരുന്നു കണ്ടതെങ്കിൽ ഇവിടെ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന രീതിയിലാണ് ഈ ഒരു വാൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം വൈറ്റ് കളർ തന്നെയാണ് ഇവിടെ ബാക്കി വാൾസിനെല്ലാം കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ബാത്റൂമിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൂടി ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു സ്ക്വയർ ടൈപ്പ് സാധാ ഒരു ഫാൾ സീലിംഗ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും വുഡൻ ഷെയ്ഡ് പെയിന്റിങ്ങിൽ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്ന് കടക്കുന്ന രീതിയിൽ ഒരു ഓപ്പൺ കിച്ചൺ മാതൃകയിലാണ് 10x10 സൈസിലുള്ള ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ടിന്യൂ ചെയ്തിരുന്ന വൈറ്റ് ഫ്ലോറിൽ നിന്ന് മാറി കുറച്ച് അത്യാവശ്യം ഗ്രിപ്പുള്ള രീതിയിലുള്ള വേറൊരു ലൈറ്റ് പെയിൽ ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു ഫ്ലോറിംഗ് ആണ് ഈ ഒരു ഏരിയയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ എല്ലാ സ്റ്റോറേജ് സ്പേസുകളും സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഗ്രാനൈറ്റ് ടോപ്പ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. താഴെ എല്ലാം അലുമിനിയം ഫാബ്രിക്കേഷന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഹൈറ്റിലും ഈ ഒരു ഭാഗത്തായിട്ടും നമ്മുടെ ഈ ഒരു വാളിന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള പല ഹാങ്ങിങ് ലൈറ്റ്സും ആണ്. നമ്മുടെ ഓപ്പൺ കിച്ചണിന്റെ ഈ ഒരു ഏരിയയിലും അതേപോലെ വാഷ് ഏരിയയിലും
നമ്മൾ കടന്നു വരുന്ന ഗസ്റ്റ് ഏരിയയിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് കടക്കുന്ന അവിടെയൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സെലക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് ചേളാരിയുള്ള സെന്റേഴ്സിലേക്ക് നിങ്ങൾ എത്തിച്ചത്? ഓക്കെ, നമസ്കാരം മാഡം. ഞങ്ങൾ എത്തിപ്പെട്ടത് ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു, ഒരു വീട് വേണം. നമ്മൾ ബോംബെയിലാണ് സ്ഥിരം. അവിടെ ഫ്ലാറ്റൊക്കെ ഉണ്ട്. പക്ഷെ അവിടുത്തെ ഫ്ലാറ്റും ഒരു നാട്ടിലെ ഒരു അന്തരീക്ഷവും വരുമ്പോൾ പണ്ട് മുതലേ ഉള്ള ഒരാഗ്രഹമായിരുന്നു. പക്ഷെ പല പ്രത്യേക സാഹചര്യങ്ങൾ ഒരു ഡ്രീം ഹോം ആലോചിച്ച് ഇരിക്കാൻ മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു ഹോം, ഒരു വീട് കയറ്റാൻ പറ്റില്ല. ഓരോ പ്രശ്നങ്ങൾ കാരണം നമ്മൾ വിചാരിച്ച സാഹചര്യത്തിൽ എത്തിപ്പെടാൻ പറ്റിയില്ല. എന്തായാലും അതിനൊരു അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഇതിനൊക്കെ എല്ലാത്തിനും ഒരു സമയം ഉണ്ടാവുമല്ലോ. പൈസ സമയത്ത് ഉണ്ടാവുള്ളൂ, പൈസ മാത്രമല്ല, പക്ഷെ വീട് കയറ്റണമെങ്കിൽ ഒരു സമയം. അപ്പൊ എന്റെ അഭിപ്രായത്തില് ഒരു വയസ്സ് കൂടിയപ്പോഴല്ല, ഇപ്പോഴാണ് എനിക്ക് വയസ്സ് കുറഞ്ഞതായിട്ട് തോന്നുന്നത്. അപ്പൊ ഇപ്പോഴാണ് എന്റെ തുടക്കം. അപ്പൊ ഇത് ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ആണ് ഈ വീട് ചോദിച്ചത്. പക്ഷെ അങ്ങനെ വരുമ്പോഴുണ്ട് ബോംബെയിൽ ഇരുന്ന് നാട്ടിലേക്ക് വരണോ അതോ ബോംബെ തന്നെ ഇവിടെ എന്തിനാവും? അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബഡ്ജറ്റ്. അപ്പൊ യൂട്യൂബിൽ ഇങ്ങനെ വർഷങ്ങളോളായിട്ട് ഇപ്പൊ നമ്മൾ എന്തായാലും ഇപ്പൊ വെജിറ്റബിൾസ് ഉണ്ടാക്കാച്ചാലും ഇപ്പൊ പാവഭാജി ഉണ്ടാക്കാൻ യൂട്യൂബ് നോക്കും, ചട്നി ഉണ്ടാക്കുന്ന യൂട്യൂബ് നോക്കും. എന്നമാതിരി വീടിന്റെ പിന്നാലെ യൂട്യൂബിലായിരുന്നു 1.5-2 വർഷത്തോളം. എന്നോട് പലരും പറയും എന്റെ പെങ്ങളുടെ മോനാണ് പിന്നെ ഒന്ന് വന്ന രാവിലെ കണ്ട മാമൻ, ഇതൊക്കെ എല്ലാവരും ഇങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പോ പലരും പല കമ്പനികളുടെയും സജഷൻസും അതും ഇതൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ കൂടുതൽ കാണുന്നത് മുരളീധരൻ സാറിന്റെ സൈറ്റാണ് എപ്പോഴും കാണുന്നത്. പിന്നെ ഞാൻ ലൈക്ക് ചെയ്തതും പിന്നെ ഇത് എടുക്കുമ്പോ പിന്നെ കണ്ടിന്യൂ എനിക്ക് അതിന്റെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കാൻ തുടങ്ങി. അപ്പൊ അതിലേക്കാണ് അങ്ങനെയാണ്. അപ്പൊ ഞാൻ ബോംബെയിൽ ഇരുന്നിട്ട് സാറിനെ ഓഫീസിലേക്ക് കോണ്ടാക്ട് ചെയ്തു. ഞാൻ എത്രാം തീയതി വരേണ്ട, എനിക്ക് എന്താണ്, പിന്നെ അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ വേണം. അതായത് പറഞ്ഞപ്പോ ഞങ്ങളപ്പോ ഏതാ സ്ഥലം എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ അതിനുള്ള ഒരു സൂപ്പർവൈസറുടെ കോണ്ടാക്ട് നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട് ഓഫീസിന് അപ്പൊ ഞാൻ എത്രാം തീയതി ഇവിടെ എത്തുന്നു പറഞ്ഞു. എത്തിക്കഴിഞ്ഞപ്പോ പിന്നെ ഒരു സംശയം, അങ്ങനെ എത്തിക്കഴിഞ്ഞാലും എന്താണ് ചെയ്യുക? കാരണം ഒരു ഐഡിയ ഒന്നുമില്ലല്ലോ. യൂട്യൂബ് നോക്കിയിട്ട് ഒരു വീട് കയറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഷർട്ടും പാൻറ്റും ചെയ്യുന്ന ഒരു വീട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അതിനൊരു ഒരുപാട് ഡ്രീമാണ്, ഒരു സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേണോ വേണ്ടേ അല്ലെങ്കിൽ കൊച്ചിയോ കോഴിക്കോടോ അല്ലെങ്കിൽ തൃശ്ശൂർ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് എടുത്താൽ മതിയോ, അങ്ങനെ പല ഇതുമാണ്. പിന്നീട് ഓരോരുത്തർ ഇപ്പോ അതിന്റെ ഇടയിൽ കൊറോണ വന്നപ്പോ പലരും നാട്ടിൽ ഓരോ അനുഭവങ്ങൾ പറയാൻ തുടങ്ങി. ഞങ്ങൾക്ക് സ്വന്തം വീടുണ്ടായിട്ടുകൂടി വീട്ടിൽ കേസില്ല. കാരണം ഇങ്ങനെ ഒരു ഇഷ്യൂ സ്വന്തം വീട്, കാരണം ആരും അതൊരു കുറ്റമല്ല, അങ്ങനത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. ഇപ്പൊ നമ്മളുടെ വീട്ടിലുള്ളവരെന്നെ പരസ്പരം വീട്ടിൽ ഇപ്പൊ ഞാനും എന്റെ വൈഫും അവിടെ ഇരിക്കുകയാണെങ്കിലും കൂടി ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് അതൊരു പ്രോബ്ലം ആയിട്ട് വരും. ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ഞങ്ങളുടെ ഫാമിലിയിലല്ല, ബോംബെയിൽ നിന്ന് ഇവിടെ എത്തിയ പലരുടെയും പ്രശ്നങ്ങൾ ഇതായിരുന്നു. പലരും സ്വന്തം വീട്ടിലേക്ക് ആരും കയറ്റിയില്ല. പക്ഷെ ഞങ്ങളൊന്നും വന്നിട്ടില്ല, കൊറോണ സമയത്ത് ഞങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ കയറ്റുമ്പോ അപ്പൊ ഒന്നും കൂടി അതെനിക്കൊരു ഇൻട്രസ്റ്റ് വന്നു. എന്തായാലും നാട്ടിലെ പിന്നെ ഇത് അച്ഛന്റെ കണ്ടില്ലേ, അച്ഛന്റെ പ്രോപ്പർട്ടി. അപ്പൊ ഇങ്ങനെ പിന്നെ വിചാരിച്ചു അവന് സ്വന്തം പ്രോപ്പർട്ടി ഇതുണ്ടാവുമ്പോ കൂടപ്പുറപ്പുകളും ഒക്കെ ഉണ്ടാവുമ്പോ എന്തിനാണ് വേറൊരു സ്ഥലത്ത് പോയിട്ട് വീട് വാങ്ങുന്നത്? എന്തായാലും ഒന്ന് വേണം കേരളത്തിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എന്തിനു പോയി വേറൊരു സ്ഥലത്ത് വാങ്ങണം? ഇപ്പൊ ഞാന് ചേട്ടൻ ചേച്ചി ഞങ്ങള് ഒന്ന് കണ്ടില്ലേ, ഞങ്ങള് ഒരുമ കണ്ടില്ലേ, അതാണ് ഞങ്ങളുടെ ജീവിതം. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ എന്തിനാ വേറെ പോയി ഒരു ഫ്ലാറ്റിന്റെ ഉള്ള അവിടെ ഒരു ഫ്ലാറ്റ് ഇവിടെ ഒരു ഫ്ലാറ്റ് ആയിട്ട് അപ്പൊ ഞങ്ങൾ വരുന്നു. വീണ്ടും അതൊരു ഈ ഒരു അറ്റ്മോസ്ഫിയർ തോന്നില്ല. അങ്ങനെയാണ് ഇതിലേക്കപ്പോ വന്നു നാട്ടിൽ വന്നു. പിന്നെ ഞാൻ സാറിനെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് മേടിച്ചു. പിന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു നമുക്ക് ഇങ്ങനൊരു വീട് കയറ്റണം, നമുക്ക് പോയി നോക്കാം. കാരണം എനിക്ക് എന്തുമ്പോ പറയാനുള്ളത് ചേച്ചി മാത്രമേ ഉള്ളൂ നാട്ടില്. കാരണം അച്ഛൻ മരണപ്പെട്ടു, അമ്മ മരണപ്പെട്ടു. പിന്നെ ആ സ്ഥാനത്ത് പിന്നെ ഞാൻ കാണുന്നത് ചേച്ചീനാണ്. അപ്പോ ചേട്ടൻ ഉണ്ട്, ചേട്ടൻ ഇവിടെ ഇല്ല, സ്ഥലത്തില്ല, ചേട്ടന്റെ വീട്ടിലാണ് എല്ലാവരും പണിക്കുക. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അവിടെ ചെന്ന് കണ്ടപ്പോ പിന്നെ എനിക്ക് സാറുമായിട്ട് സംസാരിച്ചപ്പോ മാനസികമായിട്ട് വളരെയധികം എനിക്ക്
ഞാൻ പല വീടുകൾ കാണാനോ അല്ലെങ്കിൽ സൈറ്റുകൾ കാണാനോ ഒന്നും പോയിട്ടില്ല. സാറായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി ഓഫീസിൽ അനുഭവിക്കും. ആ പോസിറ്റീവ് എനർജി എന്താണ് കിട്ടിയെന്ന് ചോദിച്ചാൽ അതും ഞാൻ പറഞ്ഞു തരാം. സാറിനോട് ഒരു വാക്ക് പറഞ്ഞു. അപ്പൊ എനിക്ക് കുറച്ച് വലിയൊരു വീടാണെന്ന് മനസ്സിലായി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബെഡ്റൂമൊക്കെ വലിയ 14-12 അല്ലെങ്കിൽ 15-30 ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാനില്ലേ. അപ്പൊ സാറിനോട് ചോദിച്ചു, ഇത്രയും വലിയ ബെഡ്റൂം ഇതൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് എന്തിനാണ് ഇത്രയും വലിയൊരു ബെഡ്റൂമിന്റെ ആവശ്യം? അതേ സമയത്ത് ഹാൾ കുറച്ച് വലുതായിട്ടുണ്ടെങ്കിൽ ഒരു 10 പേര് വന്നാൽ ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞ ഒരു ഫാമിലിക്ക് മാത്രമല്ല അതിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ അതിലുള്ള കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ AC മറ്റുള്ളതൊക്കെ നോക്കുമ്പോൾ വലിയ ഇതാകുമ്പോൾ അത്രയും നമ്മുടെ ചെലവ് എക്സ്പെൻസ് പിന്നെ എന്നും കൂടിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ നമുക്കൊരു നോർമൽ ഇതില് നമുക്ക് ചെയ്താൽ പോലെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ പ്ലാനുകളൊക്കെ തന്നു. ഞാനും ഉണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങള് താഴെ വീതിയായിട്ടുള്ള ഒരു ഇതില്. അപ്പൊ പിന്നെ അവിടുത്തെ ഒരു കേഡ്ലോഗ് കിട്ടി. കേഡ്ലോഗ് കിട്ടി കഴിഞ്ഞ് പിറ്റേഴ്സിന്റെ ആളെ നമുക്ക് ഇങ്ങനെ നോക്കിയപ്പോ രമേശ് ചെന്നിത്തലയുടെ ഒരു ഇനോഗ്രേഷൻ ചെയ്ത ഒരു വീടിന്റെ മോഡൽ കണ്ടു. പിറ്റേഴ്സിന്റെ ആളെ ഞാൻ വീണ്ടും പോയി, സാർ ആ പ്ലാന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഓക്കെ ഞാൻ പോയി. അതിങ്ങനെ ചേച്ചി ഞങ്ങൾ ഇവിടുന്ന് സംസാരിച്ചിട്ട് തന്നെ പോയത്. ഞാൻ ഒറ്റയ്ക്ക് പോയത്. നമുക്ക് ഇങ്ങനെയുള്ള പ്ലാനില് അപ്പൊ ഓക്കെ ഇത് നല്ലതാണ് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇതിലേക്ക് ചെന്ന് പെട്ടത്. അപ്പൊ ഇവിടെ വന്നപ്പോഴേക്കും പല പ്രശ്നങ്ങളും ഇവിടെ അടുത്തുള്ളവര് അവര് ഇങ്ങനെയുള്ളവർക്കൊന്നും യൂട്യൂബ് നോക്കിയിട്ടൊന്നും ആരും വീട്ടിലേക്ക് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ ചോദിച്ചു. ഞാൻ എൻ്റെ ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരും ഞാൻ വിശ്വസിക്കും. അപ്പൊ ഞാൻ എന്താ യൂട്യൂബ് നോക്കുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവരെ ഹാർട്ട് അറ്റാക്ക് ആയി പോകണം, എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എന്റെ കൺസെപ്റ്റ് അങ്ങനെയാണ്. ഒരു ഇതായിട്ട് കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് ഒരു അസുഖം വന്നു. അസുഖം വന്നിട്ട് നമ്മൾ അസുഖം വരുന്നതിന്റെ മുന്നേ നമ്മൾ പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ECG, 2D, ആൻജിയോഗ്രാഫി ഇതൊക്കെ വന്നു കഴിഞ്ഞ് പിറ്റേഴ്സിന്റെ ആളിലെ കേൾക്കാം അയ്യോ ആള് പോയി എന്ന് പറയുന്നേക്കാം. അതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും ഒരു ഇഷ്ടമല്ല. നമുക്ക് നല്ലത് വിചാരിച്ചിട്ട് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് നന്നാവും, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പൊ എന്തായാലും എനിക്ക് ഇതിന്റെ ആവശ്യം ഒരു ഇത്രയും വർഷം ഈ ഏജില്, കാരണം ഇതൊക്കെ കുട്ടിക്കാലത്ത് പണിയുണ്ട് വീടിന്റെ. അപ്പൊ എന്റെ കുട്ടിക്കാലം വരെയാണ്. അപ്പൊ ഇനി അതിന്റെ ഇടയിൽ എനിക്ക് ഒരാൾ പറയുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അവസ്ഥ വന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാനതിന്റെ ഒരു ടീനേജിലാണ് എന്റെ വീടും പണിയെടുക്കുന്നത്. അതാണ് എന്റെ ഇതായത്. കാരണം ശരിയല്ല, കാരണം ഈ ഏജില് ഇന്ന് കമ്പനിയെല്ലാം ബന്ധായി, കമ്പനി ഒരുപാട് വർഷം ജോലി ചെയ്തു, കമ്പനിയെല്ലാം ബന്ധായി. അതിനുശേഷം അപ്പൊ ആ ജോലി നല്ല ജോലി ഉണ്ടാവുന്ന സമയത്ത് കൂടി കേൾക്കാൻ പറ്റാത്തത് അപ്പൊ എന്റെ തുടക്കമാണ്. അപ്പൊ അങ്ങനെയാണ് ഈ വീട്ടിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞതിന്റെ ശേഷം ഇവിടെ വന്നു 4 ഭാഗത്തുനിന്ന് ചേച്ചിയോടും പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു, എന്നോടും. അപ്പൊ അത് കോമൺ ആണ്, നമ്മൾ എന്ത് ചെയ്താലും പല അഭിപ്രായങ്ങളും ഉണ്ടാവും. അപ്പൊ അതൊന്നും ഒരു പ്രശ്നമായി കണക്കെടുത്തില്ല. എല്ലാം നമ്മൾ നല്ലതിനാ വിചാരിക്കുക. അത്ര അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് വേഗം. പിന്നെ ജിതിൻ സാർ വന്നിട്ട് സ്ഥലം നോക്കി. അപ്പൊ അത് ഇന്നമാതിരി ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ എന്നിട്ട് അതെല്ലാം ഓക്കെ ചെയ്തിട്ട് ഞാൻ പോയി. പിന്നെ ചേച്ചി ഇവിടെ വന്നു, JCB ഇതൊക്കെ വിളിച്ച് മരങ്ങളൊക്കെ വെട്ടി ഇതൊക്കെ നിരപ്പാക്കലും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കൂട്ടിയിട്ട് ഓരോ പ്ലാനുകൾ ചെയ്തിട്ട് അങ്ങനെ. എൻ്റെ വൈഫാണത്, ബീന എന്ന പേര്. പക്ഷെ അവരവിടെ ജോലി കാരണം അവർക്ക് ഇങ്ങനെ ഈ സമയത്ത് ആസ് എ ടീച്ചർ അവർക്ക് മെയ് മാസത്തിൽ മാത്രമേ ഒഴിവുള്ളൂ. അപ്പൊ അങ്ങനെയാണ് സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്, ICSE ബോർഡിലെ. ബാക്കി മാർച്ച് ഏപ്രിലും കൂടി ലീവില്ല. അങ്ങനെയാണ് ആ സമയത്ത്. പിന്നെ അപ്പോൾ അവർ ഈ ടീച്ചറിലേക്ക് കൂടുതൽ പക്ഷെ ഞങ്ങൾ അഭിപ്രായങ്ങൾ ചോദിക്കും, വീഡിയോകൾ അയച്ചു കൊടുക്കും. കാരണം അത് വേണല്ലോ, ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വേണം. എൻ്റെ മദറിലോ ബോംബെയിലാണ്, ബ്രദറിലോ ബോംബെയിലാണ്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വീഡിയോ അയച്ചു കൊടുത്തു. അപ്പൊ അവർക്കൊക്കെ എൻ്റെ മദറിലോനും അതെ ഓരോരോ പോയിന്റുകളും, അപ്പൊ ഇന്നത് ചെയ്യിക്കണം, അങ്ങനെ ചെയ്യിക്കണം, ഇങ്ങനെ ചെയ്യിക്കണം. അപ്പൊ അവരും ഓരോന്ന് നല്ല നല്ല എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ നല്ലത് മാത്രമേ ക്വാളിറ്റി വയ്ക്കാവൂ, അങ്ങനെ എങ്ങനെയാ പറഞ്ഞിട്ട്. അപ്പോ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെ ഫൈനലി ഇട്ടത്. കുറെ കാലമായിട്ട് ബോംബെയിലാണെന്ന് പറഞ്ഞത്. എത്ര വർഷമായി ഇവിടെ? ആക്ച്വലി ഞാൻ ബോൺ ബ്രോട്ടപ്പ് എല്ലാം ഇവിടെ തന്നെയാണ്. അതെല്ലേ. അപ്പൊ അവിടുത്തെ ഒരു കൾച്ചറും നമ്മളിപ്പോ ഈ താമസിക്കുന്ന വീടും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്, അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തൊക്കെ ചേഞ്ചാ കൂടുതലായിട്ട് നോക്കിയത്? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പൊതുവെ എനിക്ക് നാട്ടിലെ ഈ കൾച്ചറും അറ്റ്മോസ്ഫിയറും ഒക്കെ പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ ഇത്ര വർഷം ഈ ഫ്ലാറ്റിലും സിറ്റി ലൈഫ് ആയിട്ട് ജീവിച്ചിട്ട് എനിക്ക് നാടൻ ലൈഫാണ് പൊതുവെ ഇഷ്ടം. അപ്പൊ നാട്ടിൽ വരുമ്പോഴൊക്കെ ഞാൻ പൊതുവെ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്.
പിന്നെ നാട്ടിലൊരു വീട് എന്ന് പറഞ്ഞാൽ എനിക്കും ഒരു മോഹമായിരുന്നു, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. മെയിനായിട്ട് ഞാൻ പറയട്ടെ, എനിക്ക് ഈ ഗ്രീനറി ഇത് കണ്ടിരിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. വേറെ എനിക്കൊരു ടൈം പാസ് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ബോറടിക്കുന്ന, പൊതുവെ എല്ലാവരും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു ബോറാണ്, ബോർഡം. എനിക്ക് ആ ഒരു ബോർഡം ഫീൽ ചെയ്യുന്നില്ല. പിന്നെ എന്റെ സബ്ജക്ട് ആക്ച്വലി ജോഗ്രഫി, ഗ്രീനറി, നേച്ചറായിട്ടൊക്കെ റിലേറ്റഡ് ആണ്. എനിക്ക് ആക്ച്വലി നേച്ചർ ലൈഫ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു നേച്ചർ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഈ 4 പറയും ചുറ്റുപാട് കണ്ട് ആസ്വദിക്കാൻ അതന്നെ വലിയൊരു എന്താ പറയാ, വലിയൊരു ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഈ വീട് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആക്ച്വലി ഞാൻ വിചാരിച്ചതിനേക്കാളും അതിലും ഭംഗിയായിട്ടാണ് എല്ലാം പണി കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞപ്പോ നല്ല ഭംഗിയായിട്ടുള്ളൊരു വീടാണ് കിട്ടിയത്. അപ്പൊ അതിലും വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പൊ നാട്ടില് ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള കൂടുതൽ ഇപ്പൊ ഇവിടെ സെറ്റിൽ ആവാനുള്ളൊരു താല്പര്യം കൂടി ഉണ്ട്. ഇവിടെ ജോലിയൊക്കെ നോക്കി ഇവിടെ തന്നെ സെറ്റിൽ ആവാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ എന്റെ മോളും അതെ, മുന്നേ നാടായിട്ടൊന്നും വലിയ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല, നാട്ടിൽ വരാനൊന്നും വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ വീട് കണ്ടപ്പോ അവൾക്കും ഓക്കെ കേരളത്തില് സെറ്റിൽ ആവാനും ഫർദർ അതിനൊക്കെ താല്പര്യം ഉണ്ട്, തോന്നി തുടങ്ങി. കൺസ്ട്രക്ഷന്റെ സമയത്ത് കൂടുതലും ചേച്ചിയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോ സാറിന് ഇടയ്ക്കല്ലേ വരാൻ പറ്റിണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു നമ്മുടെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ വർക്കുകളൊക്കെ? വർക്കുകളെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ജോലിക്കാരെ ഇഷ്ടപ്പെട്ടു, നോക്കാൻ വരുന്ന സൂപ്പർവൈസറെ ഇഷ്ടപ്പെട്ടു, എല്ലാ ആളുകളെയും വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ പണികളധികം നല്ല സന്തോഷമായി. ഒരു കള്ളത്തരത്തിലായ ഒരു പണികളും അവരുടെ അടുത്തില്ല. പക്ഷെ ആളുകൾ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് പണി കണ്ടപ്പോ ആരെന്തോ പറഞ്ഞിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ട പണി. ജോലിക്കാരാണെങ്കിൽ അവരെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഏത് ജോലിക്കാർ വന്നാലും അവരവരുടെ പണി എടുക്കുന്നു. ഞങ്ങൾ വേണ്ടത് എന്താച്ച സഹായങ്ങൾ എന്താച്ചാ ചെയ്തു കൊടുക്കും. അല്ലാണ്ട് അവര് നമ്മളോടൊന്നും ആവശ്യപ്പെടില്ല, ഒന്നും ചെയ്യില്ല. അത്ര നല്ല ജോലിക്കാര്. നമ്മുടെ നാട്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ പല തരത്തില് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. ഇത് യാതൊരു ബുദ്ധിമുട്ടും അവരെ കൊണ്ട് ഉണ്ടായിട്ടില്ല. കാരണം വളരെയധികം സന്തോഷമുള്ള പണിക്കാരായിരുന്നു. പോകുമ്പോഴും അതെ, അവര് എൻ്റെ അടുത്ത് വന്നിട്ട് ചേച്ചി പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോവുള്ളൂ. ഞാൻ പഴോ എന്താ വീട്ടിലുള്ള വെച്ചാൽ അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കും, ഞങ്ങളുടെ മക്കളെ പോലെ. അപ്പൊ അവർക്കും സന്തോഷം, എനിക്കും സന്തോഷം കൊടുക്കുന്നതിലും. അപ്പൊ നമ്മള് ബിൽഡിംഗ് ഡിസൈനേഴ്സിന്റെ വീട് എന്ന് പറയുമ്പോ പോസ്പെക്റ്റീവ് ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടാണെന്നാണല്ലോ. അപ്പൊ എങ്ങനെയാ നിങ്ങളുടെ എന്റെ എക്സ്പീരിയൻസ്? ഇപ്പോൾ നമ്മള് ബഡ്ജറ്റ് ഹോം എന്ന് പറയുമ്പോ എല്ലാവരും ചിന്തിക്കുന്നത് ലോ ബഡ്ജറ്റ്, ഇവര് ലോ ക്വാളിറ്റി ഉപയോഗിച്ച്, ലോ മെറ്റീരിയൽ ഉപയോഗിച്ച്, പിന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ അങ്ങനത്തെ മെറ്റീരിയലിലാണ് അവര് എല്ലാവരുടെയും പുറമെ കോമൺ ആയിട്ടുള്ള ഒരു വിചാരം. ബഡ്ജറ്റ് അപ്പൊ നല്ലൊരു മെറ്റീരിയൽ അവർ ഉപയോഗിക്കില്ലല്ലോ, നല്ലൊരു കാരണം അവര് ബഡ്ജറ്റ് ഹോം നിങ്ങൾക്ക് ഇത്രയും ചെലവ് കുറഞ്ഞ രീതിയിൽ അവർ ചെയ്തു തരണമെങ്കിൽ എല്ലാം. അപ്പോൾ സത്യാവസ്ഥ എന്താണെന്നുള്ളത് എനിക്കറിയാം. എന്താണ് ബഡ്ജറ്റ് ഹോമില് ഉള്ളത് പറഞ്ഞാൽ മുരളീധരൻ സാറിനോട് പറഞ്ഞത്, നിങ്ങൾ ദുബായിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ സാധനം കൊണ്ടുവന്നാലും ഞങ്ങള് വെറും ഒരു ലേബർ കോൺട്രാക്ട്, ലേബർ മാത്രമാണ് അവർ തരുള്ളൂ. ഡിസൈനും എങ്ങനെ വേണമെങ്കിൽ ബാക്കി മെറ്റീരിയൽ എല്ലാം വാങ്ങുന്നത് നിങ്ങളാണ്. അപ്പൊ പിന്നെ അവിടെ കാരണം അവര് വേണമെങ്കിൽ അവരെന്നെ വാങ്ങിത്തരാന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഒരു ലോണുള്ള പ്രശ്നം ആ വേടേ വരുന്നില്ല. നമുക്ക് ഒരു വേട് എന്നോട് പറഞ്ഞത് സാറ് സ്വർണത്തിന്റെ ടൈൽസ് പതിക്കണോ പതിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സ്വർണത്തിന്റെ ടൈൽസ് പതിക്കണമെങ്കിൽ അപ്പോൾ ബഡ്ജറ്റ് ഹോമിന്റെ ലോ ബഡ്ജറ്റ് അവിടെ വരുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ മീനിങ് നമ്മളെ ഏത് ക്വാളിറ്റി അത് നമ്മൾ തീരുമാനിക്കുന്നതാണ്. അപ്പൊ പിന്നെ അവിടെ ഒരു ബഡ്ജറ്റ് എന്നുള്ളത് വരുന്നില്ല. നമുക്കിപ്പോ ഇതേ സാറ് പറഞ്ഞ പ്രകാരം സാറ് എനിക്കൊരു എസ്റ്റിമേറ്റ് ഇട്ടത് 15 lakhs എന്നെ മാതിരി ചെയ്ത് കഴിഞ്ഞാൽ എത്ര സ്ക്വയർ ഫീറ്റിന് 15 lakhs വരുന്നുള്ളതാണ്. പക്ഷെ ആ 15 lakhs സാറ് പറഞ്ഞ പ്രകാരം 15 lakhs ഒതുങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇഷ്ടത്തിന് ഇന്റീരിയർ അങ്ങനെ വേണം, ഇത് അങ്ങനെ വേണം, ഓരോ ഭാഗത്തും ചേഞ്ചസ് വരുത്തി ഇന്റീരിയറില് എക്സ്ട്രാ എക്സ്ക്ലൂഡിങ്
ഇന്റീരിയലാണ് സാറ് പറഞ്ഞ കണക്ക്. അത് ആ പറഞ്ഞ കണക്ക് പ്രകാരം ആ എമൗണ്ടേ വന്നിട്ടുള്ളൂ. ബാക്കി ഇപ്പൊ നമുക്ക് ഇന്റീരിയലില് എത്രയോ ലക്ഷങ്ങളുടെ ഇന്റീരിയലിൽ ചെറിയൊരു സ്ഥലത്തും എത്രയോ ലക്ഷങ്ങളുടെ ഇന്റീരിയൽ നമുക്ക് ചേർക്കാം. പക്ഷെ അതും ഈ ഇതുമായിട്ടൊരു ബന്ധമില്ലല്ലോ. അപ്പൊ എല്ലാം കൊണ്ടും സാറ് പറഞ്ഞ പ്രകാരം അതേമാതിരി എൻ്റെ ഇതില് ബഡ്ജറ്റ് ഒതുങ്ങിയിട്ടുണ്ട്. ബാക്കി ഒതുങ്ങാത്ത ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ ഐഡിയ ഇന്നമാതിരി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഓരോ ഭാഗത്ത് ഈ പാർട്ടീഷൻ അങ്ങനെ പല ഇതും അതൊക്കെ നമ്മളായിട്ട് ചെയ്യിക്കുന്നതല്ല. അതിപ്പോ എത്ര ലക്ഷങ്ങൾ വേണമെങ്കിൽ നമുക്ക് ചെലവാക്കാം. ഈ വീടിന്റെ ഉള്ളിൽ തന്നെ ഇനി എത്ര ലക്ഷങ്ങൾ വേണമെങ്കിൽ ചെലവാക്കാം. അപ്പൊ ഇതാണ്. അപ്പോ ബഡ്ജറ്റ് പ്രകാരം 15 ലക്ഷമാണ്. പക്ഷേ എക്സ്ക്ലൂഡിങ് ഇന്റീരിയർ. അപ്പൊ ഇന്റീരിയറിന്റെ എക്സ്ട്രാ. അപ്പൊ അതുകൊണ്ടെല്ലാം പിന്നെ ഇവരും ഇവിടെ വരുന്ന സ്റ്റാഫുകള് അപ്പൊ അവരും അതെ നമ്മളുടെ കാരണം ഒരു വേറെ ഒരു ഇതായിട്ടുള്ള ഞങ്ങളൊരു ഫാമിലി മാതിരി. അത് ഒപ്പം ചേച്ചി അവരുടെ കൂടെ നിന്നിട്ട് ചേച്ചി എല്ലാറ്റിനും അവർക്കൊപ്പം നിന്നിട്ടും ഓരോ കാര്യങ്ങൾക്കും എല്ലാം ഒപ്പം. കാരണം കുട്ടികളെ അവർക്ക് അറിയില്ലല്ലോ എവിടെ എന്താ എവിടുന്ന ഇവൻ വെള്ളം കൂടി എവിടുന്ന കിട്ടാനുള്ളത് കൂടി അവർക്ക് അറിയില്ല. ഒക്കെ എല്ലാം ചേച്ചി ഒപ്പം നിന്നിട്ട് അതെല്ലാം മാനേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതേമാതിരി ഞാൻ പറഞ്ഞ മാതിരി എൻ്റെ ബിസിനസ്സിന് ഇതിൻ്റെ ഓരോ അപ്ഡേഷൻ അയച്ചു കൊടുത്ത് ഞാൻ ഇവിടെ ഉള്ളപ്പോൾ അതും അയച്ചു കൊടുത്തിരുന്നു. മദർ ലോ, ബ്രദർ ലോ, സിസ്റ്റർ ലോ, അങ്ങനെ പിന്നെ ചേച്ചിയുടെ മോൻ ഇവരൊക്കെ അയച്ചു കൊടുത്തിരുന്നു. അപ്പൊ അവരൊക്കെ ഒരു സജഷൻ അല്ലാതെ ഇപ്പോൾ പുറമെ ആരോട് സജഷൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പല അഭിപ്രായങ്ങൾ വരില്ലേ. അപ്പൊ പലതും പറയും ഈ ലോ എൻ്റെ ലോക്ക് ഇതാവില്ല, മറ്റത് ഇങ്ങനെ ആവില്ല, അങ്ങനെയുള്ള പല അഭിപ്രായങ്ങൾ വന്നു. ആ അഭിപ്രായത്തിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. അഭിപ്രായത്തിനോട് യോജിക്കുന്നില്ല എന്നുള്ളതിന്റെ റീസൺ ഞാൻ വീണ്ടും എഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നത് എന്താ, ഇന്ന് ഞാൻ ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് വന്ന് രാത്രി ഇതിന്റെ അവസ്ഥ അറിയില്ല. പിന്നെ അതിലേക്കും വലുതാണോ ഇപ്പൊ നമ്മുടെ ഒരു വീട്. അപ്പൊ അത് എന്തും ഇപ്പോ അല്ലെങ്കിൽ ഒരു ഭൂകമ്പം വന്നു, എത്ര വലിയ ടവറുകൾ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഹാപ്പി, എന്റെ ഫാമിലി എല്ലാവരും ഹാപ്പിയാണ്. അതാണ് കാരണം സന്തോഷം ആരുടെയാണ്, പരസ്പരം മറ്റുള്ളവർ എന്ത് പറയണമെന്നുള്ളതല്ല, നമുക്ക് എത്രമാത്രം സന്തോഷിക്കാനും നമുക്ക് എത്രമാത്രം അതിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നു അതാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് കിട്ടുന്നുണ്ട്. അതിൽ 100% ഞങ്ങൾ സാറ്റിസ്ഫാക്ഷൻ അതിലുണ്ട്. ഈ വീട് കാണുന്നവര് പലപ്പോഴും ഇപ്പൊ ഞാൻ വന്നതിന്റെ ശേഷം പല ഫാമിലികളും ഞങ്ങൾ അറിയുന്നവരും അറിയാത്തവരും വന്നിട്ട് പലവരും ഇങ്ങനെ വന്നിട്ട് എത്തി നോക്കും മതിലിന്റെ അവിടുന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പേര് വന്നിട്ട് ഒന്ന് വീടിന്റെ ഉള്ളിൽ വരട്ടെ കാണാൻ. ഞാൻ പറഞ്ഞ നിങ്ങളുടെ വീടാണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരിക പറഞ്ഞിട്ട് പലവരും വന്നിട്ട് വീട് നോക്കി അവരെല്ലാം ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ എടുത്ത് പോയതിന്റെ ശേഷം നിന്റെ മകൾക്ക് ഗേറ്റ് ആണെങ്കിൽ ഈ അഡ്രസ്സ് തരൂട്ടോ, എല്ലാം അപ്പൊ തന്നെ ഞാൻ എല്ലാ കോൺടാക്ട് നമ്പറും കൊടുക്കാറുണ്ട്. ആ അഡ്രസ്സ് തരുണ്ടോ, നിന്റെ മകൾക്ക് ഗേറ്റ് ആണെങ്കിൽ ഇങ്ങനെ ഗേറ്റുള്ളൂ, മറ്റേ ഗേറ്റ് ആണെങ്കിൽ എന്തിനാ വലിയൊരു വീട്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഉണ്ട് ഇവിടെ മേഡം കാണുന്നുണ്ടാവും പലയിടത്തും 2 നിലയും 3 നിലയും. അപ്പൊ അവരെന്താ പറയണത്, ഞങ്ങൾ മോളിലേക്ക് കയറുന്നില്ല, മോളിലേക്ക് കയറേണ്ട ആവശ്യം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പൊ അതൊക്കെ നോക്കുമ്പോ അങ്ങനെ ഓരോരുത്തരുടെ കമന്റ്സ് വരുമ്പോണ്ടല്ലോ അത്രത്തോളം നമ്മൾ സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമ്മളുടെ ഒരു പോസിറ്റീവ് എനർജി അല്ലേ വരുന്ന ബോഡിയിലേക്ക് കിട്ടുന്നത്. അപ്പൊ അവിടെ നിന്നും ഒരു നെഗറ്റീവ് എനർജി വരില്ല. ആദ്യം വരുമ്പോ ഓക്കെ, അത് ഞാൻ ജിത്തി സാറിനോടും പറഞ്ഞിരുന്നു, ഇങ്ങനെയുള്ള വരുമ്പോ അതൊന്നും കെയർ ചെയ്യാതിരിക്കാൻ കാരണം അങ്ങനെ നമുക്ക് നോക്കിയാൽ ജീവിക്കാനും പറ്റും. അത് ഞങ്ങൾ ബോംബെ സംബന്ധിച്ചിടത്തോളം എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ ഫ്ലാറ്റില് എത്രയോ കോടിക്കണക്കിന് റുപ്യ കോടീശ്വരന്മാരുണ്ടാവും. ഇപ്പുറത്തെ ഫ്ലാറ്റിൽ ചിലപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ മതി. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ കോമൺ ഈ ഫ്ലാറ്റിൽ പലതരത്തിലുള്ള ഫ്ലാറ്റിൽ പലതരത്തിലുള്ള ആൾക്കാർ അങ്ങനെ. അപ്പൊ ഞങ്ങൾക്ക് അതൊന്നും ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്കത് എഫക്ട് ചെയ്യുന്നില്ല, അത് ഞങ്ങളെ ബാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പിന്നെ നാട്ടിൽ പിന്നെ ആ ഒരു അന്തരീക്ഷം അത് പറഞ്ഞപ്പോ ഞങ്ങൾ അവിടെ വളർന്നതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഇതിൽക്കൊന്നും ശ്രദ്ധ കൊടുക്കാറില്ല. അതുകൊണ്ട് വളരെ സന്തോഷം. പിന്നെ നമുക്ക് കിട്ടിയ ജോലിക്കാരെ, സൂപ്പർവൈസർ, സ്റ്റാഫ്മാരെ എല്ലാവരും വന്ന് ഓരോരുത്തരെയും പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് എല്ലാം 100% ഞങ്ങളെ വർക്കിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതാണല്ലോ മെയിന്. പിന്നെ ഓഫീസിലെ അന്തരീക്ഷം, അവിടുന്ന് സൂപ്പർവൈസർ ജിത്തി സാറും പിന്നെ ഇവര് പലവരുമായിട്ട് വരാറുണ്ട്. പിന്നെ മാനേജർ എന്താ അവരുടെ പേര്, മാനേജർ സാറും ഒക്കെ ജി സാർ, അവരൊക്കെ നല്ല ക്ലോസ് ആയിട്ടൊക്കെ വളരെതായിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടോ പറയണേ. അല്ലെങ്കിൽ ഇവരുടെ ഇതില് ജോലിക്കാരനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഹിന്റ് തന്നാൽ മതി കേട്ടോ, ഞങ്ങൾ ഓൺ ദ സ്പോട്ട് അവരെ. കാരണം ആക്ട് എടുക്കാൻ നമുക്കിപ്പോ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഒരു ഇതോ വരുന്നില്ലല്ലോ. പിന്നെ എന്തിനാ അപ്പൊ ആരെ പറ്റിയിട്ട് ഞങ്ങൾക്കൊരു കംപ്ലൈന്റ് ഇല്ല. അതാണ്. അപ്പോ
എന്ത് ചെലവായി എന്നുള്ള കാര്യത്തിൽ എത്രമാത്രം നിങ്ങൾ സാറ്റിസ്ഫൈ എന്നുള്ളതാണ്, എത്രമാത്രം സന്തോഷം, അതാണ് ഞങ്ങളുടെ പ്രശ്നം. അത് ഏറ്റവും സന്തോഷത്തിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അങ്ങനെ ഒരു ഇതാണ്. എന്തായാലും ഇങ്ങനെ ഒരു വെഡിങ് ഡിസൈനേഴ്സിന്റെ അടുത്ത് എത്തിപ്പെടാൻ പറ്റിയതും ഇത്രയും നല്ല. ഇനി എന്തെങ്കിലും ഒരു ചെറിയൊരു വർക്ക് ഇവിടെ എന്തെങ്കിലും ഫർദർ നമ്മൾ ഇതാക്കിയാൽ ഞങ്ങളുടെ ഫാമിലിയിൽ അപ്പൊ ചേച്ചിയുടെ മോനും പറയാറുണ്ട്, ഇനി എന്തെങ്കിലും ഒരു വർക്ക് ഒരു വീട് കയറണം എന്ന് തോന്നിച്ചാലും അങ്ങനെ പലവരും ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഒന്ന് രാവിലെയും പറഞ്ഞു, രാവിലെ അങ്ങനെയൊക്കെ പല തരത്തിലും ഓരോരുത്തർ പറയണ്ട. ഇനി വന്ന് കാണുന്നവര് എല്ലാവർക്കും വരുന്നവർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് സൺസെറ്റ് കാണാൻ പ്രത്യേകം പറ്റും. പിന്നെ അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു വളരെ ഒരു നമുക്ക് അനുഭവമായിട്ടാണ്. സിറ്റി ലൈഫ് ഒരുപാട് ടൂർ പോയിട്ടാണെങ്കിൽ പിന്നെ ഹോളിഡേ ഹോമിലെ റൂം എടുത്ത് താമസിക്കും. കാരണം ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഭംഗിയായിട്ടെല്ലാം കാണും. വൈകുന്നേരം പിന്നെ ഇവിടെ അമ്പലം അടുത്ത് തന്നെ അമ്പലമുണ്ട്, അമ്പലക്കുളമുണ്ട്. അപ്പൊ ഈ സന്ധ്യ സമയത്ത് നമുക്ക് അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കാം. അതേമാതിരി കാലത്ത് നമുക്ക് അമ്പലത്തിലെ പാട്ട് കേട്ടിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് ഇതൊക്കെ ഭയങ്കര, ഞാൻ നേരത്തെ വ്യക്തിയാണ്, 3:30-4 മണിക്ക് എണീക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് നാടൻ ലൈഫ് പറഞ്ഞാൽ ഒത്തിരി കളിച്ചതും ഞാൻ വളർന്നാൽ പോലും എനിക്ക് നാട്ടിലെ ലൈഫ് സ്റ്റൈലും അതൊക്കെ എനിക്ക് കൂടുതലും ഇഷ്ടമാണ്. ഈ പാടവും പുഴയും ഇങ്ങനെയുള്ള അമ്പലക്കുളം അതൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പൊ എന്റെ കുട്ടിക്കാലത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ കുട്ടിക്കാലം കുറച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്റെ അച്ഛന്റെ വീട് അടുത്താണ്. അത് കാരണം ഞങ്ങൾ ഈ അമ്പലക്കുളത്ത് തന്നെയാണ് കുളിക്കാൻ വരുന്നത്. അപ്പൊ ആ ഒരു മെമ്മറീസ് ഒക്കെ വീണ്ടും അതൊക്കെ, അപ്പൊ ആ ഒരു അനുഭവം വളരെ ഓരോ മെമ്മറീസ് ഒക്കെ വളരെ ഹാപ്പിയാണ്. വീട് നിർമ്മാണത്തിന്റെ സമയത്ത് പലപ്പോഴും വില്ലനാകുന്നത് ബഡ്ജറ്റ് തന്നെയാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത് ഏലംകുളത്ത് 15 ലക്ഷം രൂപയ്ക്ക് സാധാരണക്കാരന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു വീട് സാധ്യമാക്കിയിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ ചേളാരിയിലെ ബിൽഡിംഗ് ഡിസൈനേഴ്സ് എന്ന സ്ഥാപനം. കേരളത്തിൽ എവിടെയും ഇതേ രൂപയ്ക്ക് ഇതുപോലെയുള്ള വീട് നിർമ്മിക്കുന്നതിനായി താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പുതുമ നിറഞ്ഞ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ദിസ് അപർണ ഷിബിൻ സൈനിങ് ഓഫ്.